സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. എടാ കിട്ടില്ല മൂവി, ഒരു രക്ഷയില്ലാത്ത മൂവി. ലൈക്ക് എനിക്ക് ഭയങ്കര ലൈക്കായി. മോറോവർ എന്റെ ഒരു ഫസ്റ്റ് ഷോ ആദ്യമായിട്ട് ഞാൻ കാണുന്ന ഇന്നാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇതിന്റെ വ്ളോഗൊക്കെ എടുക്കണം വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി പ്ലാനൊക്കെ ആക്കി കിടന്നതാണ്. അല്ല കിടന്നില്ല, പറയുമ്പോൾ ഉറങ്ങിയിട്ടില്ല, ഫോൺ കുത്തിയിട്ട് കിടന്നതാണ്. പക്ഷെ എന്റെ ഭാഗ്യക്കേടിന് ഞാൻ ഫോൺ കുത്തിയിട്ടിട്ട് സ്വിച്ച് ഇടാൻ വന്നേ, സോ ഫോൺ ഡെഡായി. അതുകൊണ്ട് വ്ളോഗ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. ബട്ട് ദ മൂവി വാസ് ഓസം. അതിലെ 5 സീക്വൻസ് ആയാലും കാര്യങ്ങളായാലും പ്ലോട്ടായാലും ഒക്കെ കിടിലാണ്, അടിപൊളിയാണ്. മോറോവർ നമ്മൾ ഇതുവരെ കണ്ട ടോം ഹോളണ്ട് സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ ഒരു നോവേ ഹോമിലായാലും ഫാർ ഫ്രം ഹോമിലാണെങ്കിലും ഹോം കമ്മിങ്ങിലൊക്കെ പറഞ്ഞാൽ ഒരു ആരെയും ഗൈഡൻസ് കൊണ്ട് ഒരു ടീനേജർ ആയിട്ടുള്ള സ്പൈഡർമാൻ ആണെങ്കിൽ അവന്റെ കൂടെ എപ്പോഴും സപ്പോർട്ടിന് ആൾക്കാരുള്ള സ്പൈഡർമാനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ കംപ്ലീറ്റ്ലി ഒരു എലോൺ സ്പൈഡർമാൻ, ഒക്കെ നഷ്ടപ്പെട്ടുകൊടുന്ന് തിരിച്ചു വരുന്ന സ്പൈഡർമാനായിട്ട് കിടിലസ് ഒരു രക്ഷയില്ല, ഒരു കിടിലൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടി മെച്ചുവർഡ് ആയിട്ടുള്ള സ്പൈഡർമാനെ കാണാം. നമ്മളെ സാധാരണ ഉള്ള ടോബി മെഗ്വയറിനൊക്കെ സ്പൈഡർമാനൊക്കെ അല്ലേ, ആ ടോബി മെഗ്വയർ, ആൻഡ്രൂ ഗാർഫീൽഡ് ആ സ്പൈഡർമാൻ ലെവലിലേക്ക് എത്തിയ പോലെ ഒരു മെച്ചുവർഡ് സ്പൈഡർമാനെ കാണാൻ കഴിഞ്ഞു. എനിവേ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഇനിയിപ്പോ ഒന്ന് പോയി കിടന്നുറങ്ങണം. മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണി. ബൈ.